ഇതാരത്? സോ നൈസ്. കസ്റ്റമർ വന്നേ, ഒരു മലയാളിയാണ്. ഇപ്പം നമ്മുടെ ഇൻസ്റ്റേന്ന് വന്നാണ്. നമ്മുടെ എന്താ അവൻ്റെ വീട്? ഇടുക്കിക്കാരൻ. ഇടുക്കിയോ പത്തനംതിട്ട കാണുന്നു. ഇടുക്കി ഏകദേശം ഇടുക്കിയിൽ നിന്നൊരു ചെറുക്കൻ വന്നു കുറച്ച് മുന്നേ. ഇടുക്കിക്കാരൻ വന്നിട്ടോ കുറച്ച് മുന്നേ വന്നു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത്. അപ്പം ഞാൻ ബാറിലിരിക്കുമായിരുന്നു. അപ്പം ബീച്ച് ചേച്ചിയല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ബീച്ച് കാണുന്നുണ്ട്. അവനവിടെ വന്നിട്ട് ബാറിൽ ഇങ്ങനെ ഡണറൊക്കെ അടിക്കാനൊക്കെ കൊടുത്തപ്പം ഇവ പതിവ് എന്നോട് പറഞ്ഞു, ബീച്ച് ചേച്ചി എനിക്ക്. എന്നിട്ട് ഞാൻ ഇവന് ഹോട്ടലിൽ റൂം എടുത്ത്, വലിയ ഹോട്ടൽ കേട്ടോ. ഞങ്ങൾ എന്നിട്ട് വലിയ ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഞാനും അവനും കൂടെ എന്നിട്ട് അവനോട് പറഞ്ഞ ചേച്ചി 2 അടിക്കുമെന്ന് വെച്ച്. പിന്നെ ഹോട്ടലിൽ നിന്ന് അവൻ വന്നപ്പം 2 ബീറും അബ്സലൂട്ടും മേടിച്ച്. എൻ്റെ പൊന്നും മോനെ, വലിയ സാധനമാണോ. ചെറിയ ചക്കിനാ. 27 വയസ്സേ ഉള്ളൂ. 27 വയസ്സ്. ഞാൻ എന്നിട്ട് ഇവനെ എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു, എനിക്ക് തൊട്ട് നോക്കണമെന്ന്. എന്നിട്ട് ഞാൻ അവൻ്റെ പുറത്തേക്കൂടെ ഇങ്ങനെ തലോടി നോക്കിയപ്പോൾ ഇത്ര വലിയ മുഴുത്ത സാധനടാ. ഭയങ്കര വലിയ സാധനം. ഇടുക്കിക്കാരനായിരുന്നു. എന്നിട്ട് ഞാൻ അപ്പോഴേക്ക് എനിക്ക് വിജയെ കുണ്ടി കയറ്റണം മരുന്നിലടിക്ക്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി നമുക്കൊരു പരിപാടി എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ എടുക്കാമെന്ന് വെച്ചു. എന്നിട്ട് ഞാൻ അവനെ പതുക്കെ ബാക്കിൽ നിന്ന് കെട്ടിപ്പിടിച്ച്. എന്നിട്ട് ഞാനുണ്ടല്ലോ ചേട്ടാ, എനിക്കത് കണ്ടപ്പോൾ അവൻ്റെ ജീൻസ് ഇട്ടുണ്ടായി. ജീൻസിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പൊന്തി നിൽക്കുക. എനിക്കാണെങ്കിൽ പൊന്തി നിൽക്കുന്നത് കണ്ടാൽ പിന്നെ എനിക്കാണെങ്കിൽ ഇൻട്രസ്റ്റ് കൂടും. എന്നിട്ട് ഉമ്മ തായോ പോട്ടോ 3-ാമത്തില്ലേ, ഞാൻ അനേകനെ മുന്നിലും പോകും. എൻ്റെ കാലിൻ്റെ അടിയിൽ ഒരു ചേട്ട കിടക്കുന്നു. എന്നിട്ട് പതുക്കടിക്കുന്നു. എന്നിട്ട് ഞാൻ ആ ചെക്കനെ ഇടലോ പതുക്കെ ബാക്കിൻ്റെ ഉള്ളിൽ കൈയിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ വന്നിങ്ങനെ പാൻറ്റിൽ കൂടെ ഇങ്ങനെ തലോടിയിട്ടാ. പാൻറ്റിൽ കൂടെ ഇങ്ങനെ തലോടിപ്പോണ്ടല്ലോ കേട്ടോ. സാധനം നല്ല മുഴുത്തുണ്ട്. ഞാൻ പതുക്കെ ആ ചേട്ടനോട് പറഞ്ഞു ഞാൻ മസാജൊക്കെ ചെയ്തുതരാമെന്ന് പറഞ്ഞേ കേട്ടോ. എന്നിട്ട് ഞാനുണ്ടല്ലോ പുള്ളീനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടത്തി കട്ടിലേലും. എന്നിട്ട് പുള്ളിയുടെ ഇങ്ങനെ പതുക്കെ ഞാൻ ചെയ്യേണ്ട മസാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമാണ്, മദാലസയാണേ. മദാലസ മസാജ് ഞാൻ കൂടി ചെയ്യാം. എൻ്റെ പൊന്നു മോനെ ഞാൻ അവനക്ക് എടുത്തി. എന്നിട്ട് അവന് ബാക്കിൽ കൂടെ ഇങ്ങനെ മദാലസ മസാജ് ഇങ്ങനെ ചെയ്തപ്പോണ്ടല്ലോ അവന് 2 മറ്റേ കുണ്ടി ഉണ്ടല്ലോ, എനിക്ക് കമ്പിയാവുന്നു ഇപ്പോൾ മൈരേ കൊക്കും. എന്നിട്ട് ഞാൻ അവൻ്റെ കുണ്ടി കൂടി ഇങ്ങനെ തലോടി. അവൻ്റെ കുണ്ടി ഇങ്ങനെ തലോടി ഉണ്ടല്ലോ ഇടയിൽ കൂടി ഇങ്ങനെ പോയി ചേട്ടാ. അതാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്നിട്ട് പറയാ, ബീച്ച് ചേച്ചി ഒന്ന് കിടക്ക് ബീച്ച് ചേച്ചി, ഞാൻ ബീച്ച് ചേച്ചിക്ക് ചെയ്തുതരാമെന്ന്. എന്നിട്ട് പൊന്നു മോനെ അവരോട് ഞാൻ പറഞ്ഞു പ്യാൻ്റ് ഊരി മുത്തേന്ന് പറഞ്ഞു. പ്യാൻ്റ് ഊരി ചെട്ടി ഊരി എല്ലായിടും മസാജ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു തിരിഞ്ഞ് കിടക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞു പ്യാൻ്റ് ഊരി. എൻ്റെ പൊന്നു മോനെ പ്യാൻ്റ് ഊരിപ്പോൾ എനിക്കാണെങ്കിൽ ബാക്കിൽ മസാജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവന് ഫ്രണ്ട് എനിക്ക് കാണും. അങ്ങനെ ബാക്കൊക്കെ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുണ്ടായി. ഞാൻ അവൻ്റെ പുറത്തേക്കൂടെ ഇങ്ങനെ കയറിക്കണ്ട് ഇങ്ങനെ വിരവി ഇങ്ങനെ കൈയും കാലം കൊണ്ടിട്ട് അവൻ ലോട്ട് ഇങ്ങനെ കൈ ഇട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ മോനൊന്ന് തിരിഞ്ഞു കിടക്കണം. എനിക്കാണെങ്കിൽ ചെറിയ ചെക്കന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു 10-28-30 വയസ്സുള്ള പയ്യന്മാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അവനോട് ഞാൻ തിരിഞ്ഞു കിടന്നപ്പോൾ മോനെ ഓ മൈ ഗോഡ്, എൻ്റെ പൊന്നു മോനെ ആ ചെറുക്കൻ്റെ സാധനം ഇത്ര വലിയ സാധനം. അതിന് ഞാൻ കൈമൂടി ഇങ്ങനെ തലോടി ഓ മൈ ഗോഡ് എന്ത് സുഖ.
വല്ലാണ്ട് പിടിച്ചേക്കാൻ. എന്നിട്ട് അവൻ എന്നോട് പറയാ, ബി ചേച്ചിക്ക് ഞാൻ ചെയ്തു തരട്ടെ. ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചു. ബി ചേച്ചി, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, എനിക്ക് ചത്താലും വേണ്ടില്ല ബി ചേച്ചി, പ്ലീസ് ചേച്ചിക്കേടാ. ഞാൻ പറഞ്ഞു എനിക്ക് നാണാ ചേച്ചി എന്ന് പറഞ്ഞു. നീ അവൻ്റെ അണ്ടി പൊളിച്ച് നോക്കിയോടാ. ചേട്ടാരെ പറയില്ലേ, നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ഞാൻ പതുക്കെ 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 ഇങ്ങനെ തലോടി. ഓ മൈ ഗാഡ്, സുഖമായിരുന്നു. തലോടി ഏറ്റവും കൂടുതൽ സുഖം അവൻ്റെ ഇവിടെ ഇങ്ങനെ ഞാനിങ്ങനെ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആണുങ്ങളുടെ സാധനം. അതിങ്ങനെ പിടിക്കാനും തൊടാനും അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യം. ഇങ്ങോടാ ഇതാരെന്നെ വിൽക്കണേ, ആരെ വിളിക്കുന്നു?